വാർത്തകളിലേക്ക്. പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ ഡീനിന്റെയും അസിസ്റ്റന്റ് വാർഡന്റെയും സസ്പെൻഷൻ തുടരും. ഇരുവരെയും തിരിച്ചെടുത്ത നടപടി ചാൻസലർ മരവിപ്പിച്ചു. വിസിക്ക് ഗവർണർ നോട്ടീസ് അയച്ചു. സിദ്ധാർത്ഥന്റെ കുടുംബം പരാതി നൽകിയതിന് പിന്നാലെയാണ് നടപടി. നീതി ലഭിക്കും വരെ പോരാട്ടം തുടരുമെന്ന് സിദ്ധാർത്ഥന്റെ കുടുംബം അറിയിച്ചു. അഷിൻ ഡിയാഗോ ഉണ്ട് വിവരങ്ങളുമായി. അഷിൻ, വിവാദമായ ഒരു നടപടിയാണ് ഇപ്പോൾ ചാൻസലർ വീണ്ടും ഇടപെട്ട് മരവിപ്പിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? വിനിൽ, പൂക്കോട് വെറ്റിനറി കോളേജിന്റെ മുൻ ഡീനും അസിസ്റ്റന്റ് വാർഡനെയുമാണ് തിരിച്ചു നിയമിക്കാനുള്ള ഒരു തീരുമാനമുണ്ടായത്. ഈ തീരുമാനമാണ് ഇപ്പോൾ ഗവർണർ ഇടപെട്ട് തടഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. സർവകലാശാല ഭരണസമിതിയുടെ തീരുമാനമാണ് ചാൻസലർ കൂടിയായ ഗവർണർ ഇടപെട്ട ഇപ്പോൾ തടഞ്ഞിരിക്കുന്നത്. 6 മാസത്തെ സസ്പെൻഷൻ കാലാവധി പൂർത്തിയാക്കി, അല്ലെങ്കിൽ അത് ഈ 6 മാസത്തെ സസ്പെൻഷൻ കാലാവധി പൂർത്തിയാകുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇരുവരെയും ഇത്തരത്തിൽ സർവീസിലേക്ക് തിരിച്ചെത്തിക്കാൻ ഒരു നീക്കം നടന്നത്. പാലക്കാട് തിരുവാംകൂന്ന് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് സയൻസ് ആൻഡ് മാനേജ്മെന്റ് ആ ഒരു കോളേജിലേക്കാണ് ഇരുവർക്കും നിയമനം നൽകാൻ നീക്കം നടന്നത്. ഈ ഒരു തീരുമാനം, അതായത് ഈ വെറ്റിനറി കോളേജിൽ ഭരണസമിതിയുടെ തീരുമാനം അക്കാദമി സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്ന് ചൂണ്ടിക്കാട്ടി സിദ്ധാർത്ഥന്റെ കുടുംബവും അതുപോലെ തന്നെ സേവ് യൂണിവേഴ്സിറ്റി ഫോറവും ഗവർണർക്ക് നിവേദനം നൽകിയിരുന്നു. ഇത് പഠിച്ചതിന് ശേഷമാണ് ഗവർണർ ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. അതായത് ഇരുവരുടെയും നിയമനം ഇപ്പോൾ തടഞ്ഞുകൊണ്ടുള്ള ആ ഒരു തീരുമാനത്തിലേക്ക് ഗവർണർ എത്തിയിട്ടുള്ളതും മാത്രമല്ല ഈ ഇരുവരുടെയും സസ്പെൻഷൻ തുടരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ നിർണായക തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ചാൻസലർ കൂടിയായ ഗവർണർ. വിവരങ്ങൾ നൽകുകയായിരുന്നു അഷിൻ ഡിയാഗോ.